ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് സിജു കൂടി ചേരുന്നുണ്ട്. സിജു, 2019 ഈ ഒരു റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 4 വർഷം കഴിയുന്നു, 5 വർഷം ആകുകയാണ്. അപ്പോൾ ഇത്രയും ഇത് പുറത്തു വരുന്നതിന് ഒരു കാലതാമസം എടുത്തു. പക്ഷേ അത് പുറത്തു വരും എന്നുള്ള ഒരു സാഹചര്യത്തിൽ പല ഘടകങ്ങൾ ഇതിനെതിരായിട്ട് വരികയാണ്. ഹർജികളായിട്ട് ഹൈക്കോടതിയിലേക്ക് വരികയാണ്. ആദ്യം ഒരു ഹർജി വന്നു, അത് സംബന്ധിച്ച് വിശദമായ ഒരു വാദം നടന്നു. പിന്നീട് രണ്ടാമതിപ്പോൾ രഞ്ജിനിയുടെ ഹർജി വരികയാണ്. അതായത് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് നമ്മുടെ സിനിമാ മേഖലയിൽ ചില ഇളക്കങ്ങൾ, ചില അലയൊലികൾ സൃഷ്ടിക്കാൻ പര്യാപ്തമാണ് ഈ റിപ്പോർട്ട് എന്നുകൂടി അതിനർത്ഥമില്ലേ? ഷമ്മി, ഇതിനകത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ പുറത്തുവിടണം. സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. ഷമ്മി സൂചിപ്പിച്ചതുപോലെ ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് തന്നെയായിരുന്നു. കാരണം ഇത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് നിരവധി നിയമപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം. ഇപ്പോൾ തന്നെ നമുക്കറിയാം 51 പേരുടെ മൊഴികളാണ് 51 പേരാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുകയും സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തത്. നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തതുമാണ്. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമെന്ന സാഹചര്യമാകുമ്പോൾ ഇത്തരത്തിൽ നടി രഞ്ജിനിയെ പോലെയുള്ള നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട ചില ഹർജികളുമായി ഹൈക്കോടതിയിൽ അടക്കം പോകുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ആരൊക്കെയോ ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നാൽ ആ റിപ്പോർട്ടിൽ വിവരങ്ങൾ വെച്ച് ചിലയധികം ഭീഷണിപ്പെടുത്തലുകൾ നടത്താൻ ലക്ഷ്യമിട്ടിരിക്കുന്ന മറ്റു ചിലരുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് പുറത്തു വരേണ്ടത് സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ ചൂഷണങ്ങൾക്കിരയായ നിരവധി പേരുടെ ഒരു ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സർക്കാരിനെ സംബന്ധിച്ച് സുതാര്യമാണ് ഈ കാര്യങ്ങളിൽ. കാരണം ഈ വിഷയം വന്ന് തന്നെ സിനിമാ മേഖലയിൽ ഇത്തരം നിരവധി പീഡനങ്ങളടക്കം നിരവധി ചൂഷണങ്ങളടക്കം നടക്കുന്നുണ്ട്. ഇതിനൊരു അറുതി വരുത്തുക എന്നുള്ള അർത്ഥത്തിൽ സർക്കാർ നടപടികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഈ കമ്മിറ്റി നൽകിയ നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സമിതികൾ രൂപീകരിക്കേണ്ടതുണ്ട്. ആ ചില നിർദ്ദേശങ്ങൾ നടപ്പിലാക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പുറത്ത് വരിക എന്നുള്ളത് നമുക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലടക്കം പോയത് ലെസ്ലി ജോൺ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനാണ്. ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി പല കോണുകളിൽ നിന്നും പല അവസരങ്ങളിൽ ശ്രമങ്ങൾ ഉണ്ടായിട്ട് അതിൽ ഏറ്റവും ഒടുവിലെത്തതാണ്. ഇതിൽ രഞ്ജിനി നേരത്തെ ഉന്നയിച്ചത് WCC അടക്കം ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ വിവരങ്ങൾ തേടിക്കൊണ്ട്, ഈ മൊഴിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഹേമ കമ്മിറ്റിയെ സമീപിച്ചില്ല എന്നുള്ള വാദങ്ങൾ രഞ്ജിനി ഉയർത്തുകയും ചെയ്തു. പക്ഷേ അത് WCC തന്നെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പല ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ രഞ്ജിനിക്ക് ഉന്നയിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അവസാന ഘട്ടത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ തടസ്സമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് രഞ്ജിനി ഇത്തരത്തിൽ ഒരു ഹർജിയുമായി കോടതിക്ക് മുന്നിലേക്ക് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഏതായാലും രഞ്ജിനിയുടെ തടസ്സ ഹർജി കോടതി തള്ളിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരും എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ റിപ്പോർട്ട് കേരളത്തിലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അരുതാത്ത ചില പ്രവർത്തികൾ നടക്കുന്നുണ്ടെന്നും അതിന് അറുതി വരുത്തേണ്ടതുണ്ടെന്നും ഇതിൽ കൃത്യമായ നിയമപരമായ ചില രീതികളിലൂടെ തന്നെ പോകേണ്ടതുണ്ടെന്നുമുള്ള കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി സജി ചെറിയാൻ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ റിപ്പോർട്ട് പുറത്തു വിടുന്നതിനോ പുറത്തു വിടാതിരിക്കുന്നതിനോ ഒരു റോളും സർക്കാരിനില്ല എന്ന് തന്നെ മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഉയരുന്ന പ്രശ്നം എന്താണ്? ഈ റിപ്പോർട്ട് 4 വർഷത്തിന് മുമ്പ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട്, അതിൽ നിർണായകമായ ചില വിവരങ്ങളുണ്ട്. അതിൽ തന്നെ പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വിടുമ്പോൾ വ്യക്തികളുടെ പേര് വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള സൂചനകളിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആ സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണം അടക്കമുള്ള കാസ്റ്റിംഗ് കൗച്ചിങ് അടക്കമുള്ള അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ, അതിൽ സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 51ഓളം പേരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ജസ്റ്റിസ് ഹേമ ഈ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണം സർക്കാരിന് സിനിമാ മേഖലയിൽ കൃത്യമായി ഇടപെടുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ, മന്ത്രി സജി ചെറിയാൻ അടക്കം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ സർക്കാരിന് ഒളിച്ചു വയ്ക്കാനും മറച്ചു വയ്ക്കാനുമില്ല, സുതാര്യമാണ് കാര്യങ്ങൾ, റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നുള്ളത്. ഇനി ഒരു ആശങ്ക ഉയരുന്നത്, ഈ രഞ്ജിനിയെ പോലെ മറ്റാരെങ്കിലും ഇനി കോടതിയെ സമീപിച്ചാൽ വീണ്ടും നിയമപരമായ
വഴികളിലേക്ക് കൊണ്ടുപോയി തടസ്സം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് ഈ സാഹചര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഷമ്മി. ഏതായാലും ഈ റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. ഇന്ന് തന്നെ പുറത്തു വരും എന്ന കാര്യത്തിൽ തന്നെ ഉറപ്പുണ്ടോ എന്നുള്ള, ഇന്ന് തന്നെ പുറത്തു വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇനി സിംഗിൾ ബെഞ്ചിന്റെ മുന്നിൽ പോയാലും ഇക്കാര്യം ഹൈക്കോടതി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി ഈ തടസ്സ ഹർജി അനുവദിക്കേണ്ടതില്ല, ആ ഹർജി തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരിക എന്നുള്ളത് തന്നെയാണ് ഈ ഒരുപക്ഷെ കേരള സമൂഹം, കേരളത്തിലെ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വനിതകളടക്കം കാത്തിരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നതിനാണ്. അത് അക്കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതി എടുത്തിരിക്കുന്ന നിലപാട് വളരെ നിർണായകമാണെന്ന് തന്നെ പറയേണ്ടി വരികയാണ് ഷമ്മി. സിജു, ഈ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാർ പുറത്തുവിടും. ആ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം അവസാനിക്കുമോ? അതായത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടി വരില്ലേ? അതായത് ഈ മനുഷ്യരുടെ നീതി സംബന്ധിച്ച്, അവരനുഭവിക്കുന്ന പീഡനങ്ങൾ സംബന്ധിച്ച് ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് പരാതി ബോധിപ്പിക്കാൻ, നിലവിലത്തെ സംവിധാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കുക എന്നുള്ളതിനപ്പുറം ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട്, ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ പരാതി പരിഹരിക്കാൻ ഒരു സംവിധാനം, അത്തരത്തിലൊരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു ഏജൻസി കൂടി രൂപീകരിക്കേണ്ടുന്ന ഒരു ചുമതലയിലേക്ക്, ബാധ്യതയിലേക്ക് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിനെ എത്തിക്കില്ലേ? ഇത് ഒരു ഷമ്മി ബാധ്യത എന്നതിലുപരിയായി, ബാധ്യത എന്നാൽ അർത്ഥത്തിലല്ല, അതായത് സിനിമാ മേഖലയിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് അതുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങളുടെ തുടർച്ചയായാണ് സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തുന്നത്. ജസ്റ്റിസ് ഹേമ അധ്യക്ഷയാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിലെ വനിതകളടക്കം നേരിടുന്ന ഇപ്പോൾ വൈകിട്ട് 5 മണിക്ക് മുൻപായിട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇത് വന്നിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഷമ്മി. ഏതായാലും പക്ഷേ ഇതിൽ വലിയ ഒരു തരത്തിൽ ഒരുപക്ഷെ കേരള സമൂഹത്തിൽ കൊള്ളക്കം സൃഷ്ടിച്ചേക്കാവുന്ന തരത്തിലുള്ള ആ റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ചില നിയമവഴികളിലേക്ക് പോകും, ചില ആളുകൾക്കെതിരെ കേസെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഇതിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധി വനിതകളടക്കം, നമുക്കതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും വ്യക്തതകളില്ല. കാരണം ഔദ്യോഗികമായി പുറത്തു വന്നെങ്കിൽ ശേഷം മാത്രമേ അതിനെക്കുറിച്ച് വിവരങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ, അതായത് സിനിമാ മേഖലയിൽ നടക്കുന്ന അരുതല്ലാത്ത ചില പ്രവൃത്തികൾ, വനിതകളടക്കം വലിയ തരത്തിൽ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട്. അവരുടെ പ്രതിഫല തുക സംബന്ധിച്ച് തന്നെ വലിയ തരത്തിലുള്ള അനീതി നിലനിൽക്കുന്നുണ്ട്.